നമസ്കാരം, ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമസ്കാരം. 20/10/2025 സമയം 11:10 ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫോറക്സിൻ്റെ ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ട് എങ്ങനെ സ്കാൽപ്പ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് എൻഡ് ഓഫ് ദ ഡേ ചാർട്ടാണ് ചെയ്തത്. അപ്പോൾ അത് ലൈവ് ഞാൻ കാണിക്കാം എന്നുള്ളൊരു വീഡിയോ ഓൾറെഡി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ലൈവ് മാർക്കറ്റാണ്, 20/10 തിങ്കളാഴ്ചയാണ്. അപ്പോൾ അതിൽ ഞാൻ പ്ലാൻ ചെയ്യുന്ന ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ താഴത്തോട്ട് 2-3 പോയിൻ്റൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. കൂടുതലൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. സ്കാൽപ്പിംഗ് ആയിട്ടുള്ളതാണ്. അത് ലൈവ് മാർക്കറ്റിൽ കാണിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ താഴത്തോട്ട് 2 ലെവലാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഒന്ന് ഈ ഒരു ഗ്രീനും അതേപോലെ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോവും. അതായത് 42,500 നിന്ന് 42,47 ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റ് അത് സക്സസ് ആവുമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. കാരണം ട്രെൻഡ് ഡെൻസിറ്റി ഇപ്പോഴും ഡൗണിലേക്കാണ് ഓൾമോസ്റ്റ് നിൽക്കുന്നത്. ശരിക്കും ഈ ഒരു ഭാഗത്തു നിന്നായിരുന്നു ഡൗൺ എടുക്കേണ്ടത്. ബട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് ചാർട്ടൊക്കെ ഓപ്പൺ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇത്തിരി ടൈമിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു റിസ്കി പ്ലാൻ എന്നുള്ള രീതിയിൽ ഓൾറെഡി പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അവിടുന്ന് ഡൗണിലേക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ 0.1 0.1 $1, $2 ആ രീതിയിലൊക്കെ ക്യാപ്ചർ ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം ഈ ഒരു ട്രെൻഡ് ഇൻറ്റൻസിറ്റി മുകളിലേക്ക് ഡൈവർജൻസ് ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ. നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് കയറിയതുകൊണ്ടാണ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നോക്കി വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. ട്രെൻഡ് ഇൻറ്റൻസിറ്റി അപ്പുറത്ത് മുകളിലേക്ക് ഈ ഒരു ഗ്രീൻ ലൈന് മുകളിലോട്ട് പോവാതെ എന്തായാലും ബൈ സോണിലേക്ക് ഫോക്കസ് ചെയ്യത്തില്ല. ട്രെൻഡ് ഇൻറ്റൻസിറ്റി മുകളിലോട്ടൊക്കെ പോണ പോലെയൊക്കെ കാണിക്കും. പക്ഷെ നമുക്ക് ഗ്രീനിൻ്റെ മുകളിൽ പോയാലേ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൂ. അല്ലാത്ത സമയം ഏത് നിമിഷം വേണമെങ്കിലും അത് തിരിച്ച് താഴത്തോട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം നല്ല ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഒരു ഓപ്ഷനുള്ളൂ. ഈ ലോ ഒന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഈസിയാണ്. ഓക്കെ, ഡൗൺ ആവുന്നുണ്ട്. ഓക്കെ, ടാർഗറ്റ് അവിടെ ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ടാർഗറ്റുകളിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 2 ടാർഗറ്റും മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4247 ഫോക്കസ് ചെയ്തത്. ഇനി ട്രെൻഡ് ഇവിടെ നിന്ന് തിരിച്ച് ഗ്രീനിലേക്ക് കയറി കഴിയുമ്പോൾ അടുത്ത ഓപ്പർച്യൂണിറ്റി നോക്കും. ഇപ്പോൾ ഇതിൻ്റെ താഴത്തോട്ട് എത്ര പോയാലും അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. ആസ് എ ഡിസിപ്ലിൻ ട്രേഡർ ഗ്രീഡി കുറച്ച് ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പ്രോഫിറ്റബിൾ ആവാൻ പറ്റും എന്നുള്ളത് ഈ ഒരു ലൈവ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ എത്ര പ്രോഫിറ്റ് കിട്ടിയെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. അതിൽ 24 അപ്പോൾ എന്ത് ചെയ്യാം, 24 പ്രോഫിറ്റ് എന്നുള്ളത്
അവിടെ നോട്ട് ചെയ്ത് വെക്കാം. 24 പ്രോഫിറ്റ്. ഓക്കെ, ഇപ്പോൾ അടുത്തത് ലോങ് പൊസിഷനിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാവുന്നതാണ്. അതിലിവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടം വരെ? ഈ ഒരു ഭാഗത്തേക്കാണ് അടുത്തത് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. കാരണം നിലവിലത്തെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും കൂടെ മുകളിലോട്ട് കയറണം. അത് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഒരു ലെവലാണ് ഇപ്പം നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ മേ ബി വന്നേക്കാം. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. 100 USDT ആണ് ഈ പറഞ്ഞ പോലെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം എന്തുകൊണ്ട് താഴത്തോട്ട് പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഇപ്പോഴും ഡൗണിൽ തന്നെയാണ്. അത് മേളിലോട്ട് ഗ്രീനിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് നെക്സ്റ്റ് ക്യാൻഡിലാണ് നമുക്ക് അപ്പർ സൈഡിലേക്ക് നോക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നോക്കാനായിട്ട് പറ്റത്തില്ല. ഇതുവരെ ഗ്രീനിലേക്ക് മാർക്കറ്റ് കയറിയിട്ടില്ല. ചാടി കയറി എടുക്കലൊന്നും നടക്കുകയില്ല. ഇപ്പം ഈ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് ഈ ഗ്രീനിലേക്ക് കയറുന്ന സമയത്ത് ശരിക്കും പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി വരേണ്ടിയിരുന്നത് 4254 വരേണ്ടിയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് താഴത്തോട്ട് സെല്ല് ചെയ്താലും സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് 4257 വരുള്ളായിരുന്നു. അത് കറക്റ്റ് ടൈമിലൊരു എൻട്രി കിട്ടിയിരുന്നെങ്കിൽ ന്യായമായിട്ടുള്ള ഒറ്റ ട്രെയിലിൽ തന്നെ ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് അവിടെ കിട്ടേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഡിലേ ആയതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ചിട്ട് എൻട്രി എടുത്തത്. മാർക്കറ്റ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അത് എത്ര താഴത്തോട്ട് പോയാലും അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മെഗാലോട്ടൊക്കെ എടുക്കുക, അല്ലെങ്കിൽ 0.1 എന്നുള്ളത് 0.3 0.4 ഒക്കെ എടുത്തിട്ട് ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് വരുമ്പോൾ ഒരെണ്ണം പാർഷ്യൽ കൊടുത്തിട്ട് ബാക്കിയുള്ളത് ട്രെയിൽ ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നോക്കാൻ പറ്റും. അതായത് 24,427 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് നോക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വെക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും കൂടെ കയറണം. അപ്പോൾ അത് താഴത്തോട്ട് പോകുന്നതനുസരിച്ചിട്ട് നമ്മുടെ എൻട്രി, ഇതൊരു പിൻബാറാണ്, ഇതൊരു പിൻബാർ സപ്പോർട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഡൗണിട്ട് പോയിട്ട് 4247 മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ബൈ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 4247 മുകളിലോട്ട് വന്നാൽ 1-2 പോയിൻ്റ് ബൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ ക്യാൻഡിൽ ഒരു അനുകൂലമായിട്ടുള്ള ക്യാൻഡിലാണ് അവിടെ മാർക്കറ്റിൽ ഫോമായിട്ടിരിക്കുന്നത്. അതായത് അതൊരു ഹാങ്ങിങ് മാൻ ക്യാൻഡിലാണ്. ബട്ട് നമ്മുടെ റെസിസ്റ്റൻറ്റ് ലെവലുള്ളത് 4247.88 ആണ്. അപ്പോൾ 4247.88 എന്നുള്ള ഭാഗം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് SMA ഉണ്ട് 4251 ഒരു 3 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് അവിടെ കിട്ടും. അപ്പോൾ അതിനോടൊപ്പം അതൊരു കൺഫർമേഷൻ, ഈ പിൻബാർ ഒരു കൺഫർമേഷൻ കിട്ടി. അതിനുശേഷം 4248 മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് സെക്കൻഡ് കൺഫർമേഷൻ കിട്ടി. അതിൻ്റെ കൂട്ടത്തിൽ ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും കൂടെ ഒരു മുകളിലോട്ട് ഒരു ഗ്രീൻ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ കൺഫർമേഷൻ കിട്ടി. അത് ഓൾമോസ്റ്റ് 4250 3 പോയിൻറ്റോ 2 പോയിൻറ്റോ അവിടെ ഈസി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അവിടെ ഒരു പിൻബാർ വന്നു എന്നും പറഞ്ഞിട്ട് ചാടി കയറി അല്ല വേണ്ടത്. അവിടെ ഈ ക്രൈറ്റീരിയസൊക്കെ മീറ്റ് ചെയ്താലാണ് അവിടെ എൻട്രീനെ പറ്റി ആലോചിക്കത്തുള്ളൂ. കാരണം ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും കൂടെ കയറണം. പിൻബാർ വന്നു എന്ന് വിചാരിച്ചിട്ട് അവിടെ നമ്മളൊന്ന് അലർട്ടായിട്ട് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ട്രെൻഡ് ഇൻറ്റൻസിറ്റി മുകളിലോട്ട് വരണം, 4247 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണം. അത്രയും ക്രൈറ്റീരിയാസ് അവിടെ മീറ്റ് ചെയ്താലേ നമുക്ക് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പിൻബാർ മാറിയിട്ട് ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് വരും. ഇങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ എൻട്രി എക്സിക്യൂട്ടീവ് ചെയ്യും. അതിൽ പ്രധാനമായിട്ട് ഈ ട്രെൻഡ് ഇൻറ്റൻസിറ്റിയാണ്. ഇത് കസ്റ്റമൈസ്ഡ് വാല്യൂ ആണ്. അതാണ് ട്രെൻഡ് എങ്ങോട്ടാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കാണിക്കുന്ന മൂന്നാമത്തെ ടൂള്.
ഇത് RSIയും ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും കൂടെ കമ്പയർ ചെയ്തിട്ടുള്ളൊരു കസ്റ്റമൈസ്ഡ് വാല്യൂ ഇൻഡിക്കേറ്ററാണ്. ഒരു 44 കടന്നു കിട്ടിക്കഴിഞ്ഞാൽ 47 49 ഉള്ളൊരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് നോക്കും. കാരണം 44 എന്നുള്ളത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 4246 ഒന്ന് കടന്നു കിട്ടണം. 44 അല്ല 46 ഒന്ന് കടന്നു കിട്ടണം. ഞാനിതിപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റിൻ്റെ കാണിക്കുന്നു എന്നുള്ളൂ. ഈ സെയിം പ്രൊസീജിയർ തന്നെ കേട്ടോ. 5 മിനിറ്റ് ആണെങ്കിലും 10 മിനിറ്റ് ആണെങ്കിലും 15 മിനിറ്റ്സ് ആണെങ്കിലും 1 അവർ 2 അവർ 4 അവർ 1 ഡേ മന്ത്ലി ചാർട്ട് ആണെങ്കിൽ പോലും ഈ സെയിം മെത്തേഡാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ടൈം ഫ്രെയിം, ചെറിയ സ്റ്റോപ്പ് ലോസ്, ചെറിയ ടാർഗറ്റ്, ട്രേഡുകളുടെ എണ്ണം കൂടുന്നു. വലിയ ടൈം ഫ്രെയിം, വലിയ സ്റ്റോപ്പ് ലോസ്, വലിയ ടാർഗറ്റ്, ട്രേഡുകളുടെ എണ്ണം കുറയുന്നു. അത്ര വ്യത്യാസമുള്ളൂ. സിസ്റ്റം ചാർട്ടും അതിൻ്റെ ഫോർമേഷനും അനലൈസേഷനും ഒക്കെ സെയിമാണ്. പിന്നെ അതിൽ തന്നെ 2 മെത്തേഡ് ഉണ്ടെന്നേ ഉള്ളൂ. ഒന്ന് 1 മിനിറ്റിൻ്റെ ക്രോസ് ഓവർ തൊട്ട് അടുത്തത് ഗ്രീനിലേക്ക് കയറുന്നത് വരെ ഹോൾഡ് ചെയ്തുകൊണ്ട് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അത് ഹോൾഡ് ചെയ്ത് ഒരു എൻട്രി, അതായത് റെഡിലേക്കുള്ള ഒരു എൻട്രി അല്ലെങ്കിൽ ഗ്രീനിലേക്കുള്ള ഒരു എൻട്രി വരെ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് 1 മെത്തേഡ്. രണ്ടാമത് എല്ലാ ക്രോസ് ഓവറിൽ നിന്നും 2 3 പോയിന്റ് എടുത്ത് മാറുക എന്നുള്ളത് രണ്ടാമത്തെ ഓപ്ഷൻ. അതിൽ ഏത് എപ്പോൾ വേണം എങ്ങനെ വേണം എന്നുള്ളത് ഡിപ്പെൻസ് അപ്പോൺ ഓരോ ട്രേഡറുടെ മൈൻഡ് സെറ്റും അവരുടെ റിസ്ക് മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഏറ്റവും ചെറിയ ലോട്ട് എടുക്കുന്നവർക്ക് ഹോൾഡ് ചെയ്യുന്നത് ബെറ്ററാണ്. ലോട്ട് കൂട്ടിയെടുക്കുന്നവർക്ക് ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിലെ പോയിന്റ് എടുത്ത് മാറുന്നതും ബെറ്ററാണ്. ഓൾമോസ്റ്റ് 4250 നിന്ന് 30 വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അതായത് 20 പോയിന്റിൻ്റെ ഡൗൺ ഒക്കെ ഓൾമോസ്റ്റ് മാർക്കറ്റിൽ നിലവിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് കാണുമ്പോൾ അയ്യോ ഞാനത് കൊടുത്തില്ലായിരുന്നെങ്കിൽ അത്രയും വരെ കൊണ്ടുപോകാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യം ഇപ്പോഴത്തെ ഈ ഒരു ചാർട്ടിൽ കാണാൻ പറ്റും. നേരെ മറിച്ച് ഓപ്പോസിറ്റൊക്കെ ക്വിക്കായിട്ട് മൂവ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റം നമുക്ക് ഏതാണ് ആപ്റ്റ് ആവുന്നത് എന്നുള്ളത് ഇതിൽ തന്നെ ഒരു 3-4 സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏതാണ് നമ്മുടെ ക്യാരക്ടറിന് സെറ്റ് ആവുന്നത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ബേസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് SMAയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് വരും. അത് എത്രയാണ് 20 ബ്രേക്ക് ചെയ്താൽ 40 ബ്രേക്ക് ചെയ്താൽ 42 47 അപ്പോൾ ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും കൂടെ അനുകൂലമായിട്ട് വരണം. അപ്പോൾ അതിന് പ്ലാനിങ് ഒക്കെ ചെയ്ത് വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടെ അക്യുറസി ആയിട്ട് ഈ 1 മിനിറ്റ് എന്നുള്ളത് വേണമെങ്കിൽ ഒരു 30 സെക്കൻഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അത് പ്രൈസിങ് ആവുന്നില്ല. അത് കൂടിയ ഡാറ്റയുള്ള പ്രീമിയം ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ 30 സെക്കൻഡും 15 സെക്കൻഡൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഇതൊരു ബേസാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കുള്ള റീടെസ്റ്റിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. പക്ഷെ അവിടെ നമ്മൾ വീഴാൻ പാടില്ല. കാരണം അതങ്ങനെ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 50% ചാൻസേ ഉള്ളൂ. ട്രെൻഡ് ഇൻറ്റൻസിറ്റി വരാത്തടത്തോളം കാലം അതിനൊരു കൺഫർമേഷൻസ് എടുക്കാൻ പറ്റില്ല. അതൊരു പ്രൈസ് ആക്ഷൻ മെത്തേഡിൽ നോക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഒരു റീടെസ്റ്റിന് SMAയിട്ട് എന്തായാലും പോകണം. 4239 4240 ട്രെൻഡ് ഇൻറ്റൻസിറ്റിയിൽ ഒരു ചരിവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ SMAയിട്ട് പോയിട്ട് മാർക്കറ്റ് റിജക്ഷൻ ആവും. അതിന് മേലോട്ട് പോകുമെന്നുള്ളത് നോക്കാം. SMAയിൽ ടച്ച് ചെയ്യുമ്പോൾ അത് എക്സിറ്റ് ചെയ്യാം. അവിടെ ചെറിയൊരു ബൈ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. SMAയിൽ ടച്ച് ചെയ്യുമ്പോൾ എക്സിറ്റ് ആവാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അത് SMAയിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രെൻഡ് ഇൻറ്റൻസിറ്റിയിൽ ചെറിയൊരു ചരിവും വന്ന് ഇങ്ങോട്ടൊരു റീടെസ്റ്റിന് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പ്രൈസ് ആക്ഷൻ മെത്തേഡിൽ അത് ഈസി ആയിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു റീ എൻട്രിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഓൾറെഡി ഗ്രീനിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ് 4243 ഒരു അഡീഷണൽ മൂവ്മെൻറ്റും കൂടെ കിട്ടും. അപ്പോൾ അതിൽ ആദ്യത്തെ മൂവ്മെൻറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ മൂവ്മെൻറ്റാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ട്രെൻഡ് ഇൻറ്റൻസിറ്റി
ഓൾമോസ്റ്റ് ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രേഡ് SMA-ലേക്കുള്ള മൂവ്മെൻറ്റും അതിനുശേഷം വീണ്ടും ഒരു റീ എൻട്രി. ആ റീ എൻട്രി ഈ മാർക്കറ്റ് ട്രെൻഡ് ഇൻറ്റൻസിറ്റി മുകളിലോട്ട് കയറിയതിൻ്റെ മുറയ്ക്ക് അടുത്ത എൻട്രി. ഓക്കെ, ആ എൻട്രി ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മറ്റേ ലെവലുകൾ ഞാൻ വരച്ചില്ല എന്നുള്ളൂ. മൂന്നാമത്തെ എൻട്രി ഓൾമോസ്റ്റ് സക്സസ് ആയിട്ടുണ്ട്. ഒരെണ്ണം SMA ആയിട്ടുള്ള റിജക്ഷനും അതിനുശേഷം സെക്കൻഡ് ട്രെൻഡ് ഇൻറ്റൻസിറ്റി നോക്കിയിട്ടുള്ള ഒരു എൻട്രി. അപ്പോൾ 3 എൻട്രി ഇവിടെ, ഒരു സെല്ലും 2 ബൈയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് വെക്കാം. ഇതിലൊരു $11, ഈ മൂവ്മെൻറ്റിൽ ഒരു $11 കിട്ടിയിട്ടുണ്ട്. 11 പോയിൻറ്റ്സ്. ഇതിൽ 11 പോയിൻറ്റ്സ് ആണ്. രണ്ടാമത്തേൽ SMA നോക്കിയെടുത്തതിൽ 24 ആണ്. അപ്പോൾ ക്ഷമയോടുകൂടി ഉള്ള പരിപാടിയാണ് കേട്ടോ. 24 പോയിൻറ്റ്സ്. ഇതിൽ കിട്ടിയിരിക്കണം. ഇനി അടുത്ത മൂവ്മെൻറ്റ് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. അപ്പോൾ ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഇനി തിരിച്ച് താഴത്തോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളൂ. അടുത്ത ഡൈവർജൻസിലാണ് അടുത്ത മൂവ്മെൻറ്റ് ഇനി നോക്കുന്നുള്ളൂ. കണ്ടോ, കറക്റ്റ് റിജക്ഷനാണ്. ആ റിജക്ഷന് വെറുതെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ അത് സ്റ്റോപ്പ് ലോസ് ഭാഗത്തേക്ക് പോയേനെ. ഇപ്പോൾ SMA ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, SMA സപ്പോർട്ട് എടുത്തത് കൊണ്ട് അടുത്ത ക്യാൻഡിൽ ഒരു മൂവ്മെൻറ്റ് എഗെയിൻ ഈ സെയിം പ്രൊസീജിയറിൽ അടുത്തൊരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വീണ്ടും 42-43 ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും. കാരണം SMA ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഓൾറെഡി അപ്പർ സൈഡാണ് നിലവിൽ നിൽക്കുന്നത്. അതിൻ്റെ ലെവല് 4244 ഭാഗത്തേക്ക് ഒരു മൂവ്മെൻറ്റ് കൂടെ കിട്ടുമെന്ന് നോക്കും. നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോ ആണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ്, പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് സിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണമാണ് എഗെയിൻ അപ്പം തന്നെ വീണ്ടും ഒരു റീ എൻട്രി അവിടെ പ്ലാൻ ചെയ്തതിൻ്റെ റീസൺ. ഓക്കെ, അവിടെ എഗെയിൻ ആ ഒരു ഭാഗത്ത് വീണ്ടും മൂന്നാമത്തെ എൻട്രി അവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ 27 പോയിൻ്റാണ് അതിൽ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിച്ചത്. 27 പോയിൻ്റ്. അതിൽ കൂടുതൽ ട്രെൻഡ് ഇൻറ്റൻസിറ്റി അപ്പർ സൈഡാണ്, അതിൽ കൂടുതൽ പോകും. പക്ഷെ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ലോങ് ഹോൾഡിംഗ് അല്ല, മറിച്ച് സ്കാൽപ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മാറിപ്പോകാനായിട്ട് പാടില്ല. ഓക്കെ, 27 പോയിൻറ്റ്സ്. അത് ഈ ട്രെൻഡ് ഇൻറ്റൻസിറ്റി മേളിലോട്ട് അത്ര നേരം ക്രോസ് ഓവർ ആവുന്ന അതുവരെ മാർക്കറ്റ് മൂവ് ചെയ്യും എന്നുള്ളതാട്ടോ അതിൻ്റെ റൂള്. അത് ലോങ് ഹോൾഡ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ കുറച്ച് പ്രൈസ് ആക്ഷനും കുറച്ച് ഈ ചാർട്ടിൻ്റെ റീഡിങ്ങും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഈസിയാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ 20, 40, 60, 71 ഒരു 101 പോയിൻറ്റിൻ്റെ മൂവ്മെൻ്റ് ആയി കഴിയുമ്പോൾ പരിപാടി വൈൻഡപ്പ് ചെയ്യാം, ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട്. കാരണം ശരീരം വെറുതെ ചമ്പാക്കേണ്ട കാര്യമില്ല. ഇനി അടുത്ത ക്രോസ് ഓവർ റെഡിലേക്ക് കയറുന്ന സമയത്തെ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഡൈവർജൻസ് ആയിട്ടുണ്ട്. അപ്പോൾ SMA ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ
ഒരു മാർക്കറ്റ് സെല്ലിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ലെവലിൽ പൊക്കത്തോട്ട് വന്ന മാർക്കറ്റ് അപ്പ് ഇല്ലാത്ത പക്ഷം നെക്സ്റ്റ് ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഡൗൺ ആണ്. അപ്പോൾ ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഓൾമോസ്റ്റ് ഡൗണിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ട്രെൻഡ് ഇൻറ്റൻസിറ്റി താഴത്തോട്ട് കയറി. അപ്പോൾ ഇവിടെ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഒരു ഷോർട്ട് പൊസിഷനാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. എവിടം വരെ പ്ലാൻ ചെയ്യാമെന്നുള്ളത് വെച്ചാൽ ഇവിടെ ഒരു ബേസ് ഉണ്ട്. ഇതിൽ നിന്ന് $10 $11 കിട്ടുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഉദ്ദേശമുള്ളൂ. ഓക്കെ, ആ ഒരു ടാർഗറ്റും ഓൾമോസ്റ്റ് ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ട്രെൻഡ് ഇൻറ്റൻസിറ്റി മൂവ് ചെയ്തു, SMA ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു. അവിടെ എത്ര ഡോളറാ? 20 അത് നല്ല രീതിയിൽ താഴത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയും എന്ത് ചെയ്ത് കുറച്ച് പോയിന്റുകൾ അവിടെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ കയ്യിൽ 21 അവിടെ കാണിക്കുന്നത്. $21 ഇവിടുത്തെ മൂവ്മെൻറ്റിൻ്റെ 21 പോയിന്റ് 21 പോയിന്റ്സ്. ശരിക്കും അത് അതിൽ കൂടുതൽ കിട്ടും. പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞു സ്കാൽപ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് മുകളിലോട്ട് ഡൈവർജൻസ് ആകുമ്പോൾ അപ്പർ സൈഡിലേക്കുള്ളത് നോക്കാം. ടോട്ടൽ നോക്കുന്നത് 101 പോയിൻ്റാണ് ടോട്ടൽ നോക്കുന്നത് കേട്ടോ. അപ്പം അതേപോലെ ഫുൾ ടൈം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം വരെയൊക്കെ ഇരിക്കാം. അപ്പോൾ ഇതേപോലുള്ള ലെവൽസൊക്കെ ഞാൻ മാർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് തന്നെ പ്ലാൻ ചെയ്ത് നോക്കിയെടുക്കാം. അപ്പോൾ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരേപോലെ ഒരുമിച്ചിരുന്ന് ഇതേപോലെ ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് പറ്റണം. അപ്പോൾ അതിൽ ഒരു ഫോറക്സ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഒരു 21 പേരൊന്നും ഇല്ലാതെ ലൈവ് ഞാൻ സ്റ്റാർട്ട് ചെയ്യത്തില്ല. 21 പേരൊക്കെ ആയതിനു ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ SMA മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് എന്താക്കാം, നമുക്ക് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് നോക്കാം ബൈ പൊസിഷനിൽ. ഈ ക്യാൻഡിൽ വീക്ക് ക്യാൻഡിലാണ്. അത് അത്ര ജെന്യൂൻ ആയിട്ടുള്ള അപ്പ് മൂവ്മെൻ്റ് ആണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അപ്പം നെക്സ്റ്റ് ക്യാൻഡിലിൽ ഈ പറഞ്ഞ പോലെ ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഷോട്ടും കൂടെ ഞാൻ നോക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പൊസിഷന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ സ്കാൽപ്പിങ് ഞാൻ നോക്കുന്നുണ്ട് താഴത്തോട്ട്. ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഇപ്പോഴും താഴെയാണ് നിൽക്കുന്നത്, ഗ്രീനിലേക്ക് കയറിയിട്ടില്ല. SMA മുകളിൽ പോവാതെ അപ്പർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. പ്രീവിയസ് ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു താഴത്തേക്കുള്ള ഭാഗത്തേക്കുള്ള ഒരു റിട്ടേൺ വരുമെന്നുള്ള കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട്. അതെപ്പോൾ തൊട്ടാ ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഞാൻ ഒരു തവണ കൂടെ സെല്ലിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും. കാരണം നിൽക്കുന്ന ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് ഡൗൺ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ ആ താഴത്തോട്ടുള്ള മൂവ്മെൻറ്റ് ദേ വരുന്നു. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോവിലേക്കാണ് വരേണ്ടത്. കാരണം ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഓൾറെഡി ഡൗൺ സൈഡാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്യാൻഡിൽ വീക്ക് ആയത് കാരണമാണ് ആ ക്യാൻഡിൽ ഡൗണിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ലോവിലേക്കുള്ള മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് കിട്ടി. അതാണ് ക്യാൻഡിൽ വെച്ചിട്ട് നോക്കിയിട്ട് ട്രെൻഡ് ഇൻറ്റൻസിറ്റി നോക്കി 1-2 ഒക്കെ എൻട്രി എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ മൂവ്മെൻറ്റിൽ എത്ര പോയിന്റ് കിട്ടി എന്നിട്ട് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുക. 38 പോയിൻ്റാണ് അവിടുത്തെ മൂവ്മെൻറ്റിൽ ഓൾറെഡി കിട്ടിയിരിക്കുന്നത്. 38 പോയിന്റ് കേട്ടോ.
ഇത് ലൈവ് മാർക്കറ്റിലാണ് ഈ പറയുന്നതെന്നുള്ള കാര്യങ്ങൾ ഓർക്കണം. ഓക്കെ, 38 പോയിന്റ്. അപ്പോൾ മൊത്തത്തിൽ എത്ര പോയിന്റ് എന്ന് ആയെന്ന് നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പരിപാടി അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ 38 പ്ലസ് 21 പ്ലസ് 27 പ്ലസ് 24 പ്ലസ് 11 പ്ലസ് 24, അപ്പോൾ എത്രയായി? 145 പോയിന്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മാർക്കറ്റ് താഴത്തോട്ട് പോകാട്ടോ, കാരണം ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഓൾറെഡി താഴത്തോട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിന്ന് സ്കാൽപ്പിംഗ് ആയിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ക്രോസ് ഓവർ ടു അടുത്ത ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്തിട്ട് മാക്സിമം ലോക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. അത് ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വരുമ്പോൾ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും എക്സിറ്റ് ആവണം കേട്ടോ, എന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ക്ഷമയും നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തിട്ട് ട്രെയിലൊക്കെ ചെയ്ത് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലോ, ഒരു ഹൈ, അടുത്ത ലോ നല്ല രീതിയിൽ പോയിട്ട് തിരിച്ച് ഒരു ഹൈക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് 4231 വരെയൊക്കെ വരും. ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് കറക്റ്റ് എൻട്രി ആണ്, നമ്മുടെ കറക്റ്റ് എക്സിറ്റും ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ ഇതിൽ ഇനി പറയാനായിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചാനലൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ഇത് 24 പോയിന്റ്. 24 പോയിന്റ് എത്ര മണിക്കാണ്? 11:12 ആ ഭാഗത്ത്, 11:12 എന്നുള്ള സമയത്ത്. പിന്നെ 11 പോയിന്റ്, അടുത്തത് 11 പോയിന്റ്, 11:38 ഭാഗത്ത് ഉള്ള 11:37, 38 ഇവിടെ ടൈം കാണാൻ പറ്റും കേട്ടോ താഴെ. പിന്നെ ഉള്ളത് 24 പോയിന്റ്, 11:39. പിന്നെ അതിനോടൊപ്പം തന്നെ 27 പോയിന്റ്, 27 പോയിന്റ്. പിന്നെ ഉള്ളത് ഒരു 38 പോയിന്റ്. 27 കഴിഞ്ഞ് 21, 27 കഴിഞ്ഞാൽ 21, പിന്നെ ഉള്ളത് 38. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഇനി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മുകളിലോട്ടാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു $10 ആണെങ്കിൽ ഒരു പോയിന്റ് മൈനറായിട്ടുള്ള സെൻഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. 100 ലോട്ടൊക്കെ 100 പോയിൻ്റൊക്കെ ഉണ്ടെന്ന് 1000 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതേപോലെ 1 പോയിന്റ് 1 പോയിന്റ് 2 പോയിന്റ് 10 പോയിൻ്റൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് വെയിറ്റ് ചെയ്ത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഈസി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ 38, 21, 27, 24, 11, 24 അത് ലോങ് ഹോൾഡ് ചെയ്താലും കണക്കാണ്, സ്കാൽപ്പ് ചെയ്താലും കണക്കാണ്. അത് നമുക്ക് ഏത് വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഇരിക്കും. നമ്മുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്യുന്ന ഏതാണോ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ്, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സ്കാൽപ്പിംഗ് ആണോ ഹോൾഡിംഗ് ആണോ, ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വേണോ അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് വേണോ, അതിപ്പോൾ 5 മിനിറ്റിലാണെങ്കിലും ശരി, 2 മിനിറ്റിലാണെങ്കിലും ശരി, 5 മിനിറ്റിലും 5 മിനിറ്റിലെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ക്രോസ് ഓവർ ഇട്ടാൽ 4260 തൊട്ട് 4230, 30 പോയിൻ്റാണ്. അപ്പം 300 പോയിൻ്റൊക്കെയാണ് അവിടെ കിട്ടുന്നത്. അതേപോലെ ഇവിടുത്തെ 5 മിനിറ്റ് തൊട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ. അപ്പോൾ അത് കണ്ടിന്യൂസ് അത് മാത്രം ഫോളോ ചെയ്യുമ്പോഴത്തേക്കും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്യണം. അപ്പോൾ ചില സമയത്ത് കൺസോൾട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ അപ്പ് ആൻഡ് ഡൗൺ വരുമ്പോൾ ചിലപ്പോൾ ലോസ് ആയിരിക്കും, ചിലപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് ഇറക്കേണ്ടി വരും. അതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനെയും അവരുടെ പ്ലാനിങ്ങിനെയും ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ, ഞാൻ കുറച്ച് മുമ്പ് തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ലൈവിൽ ഫോറക്സിൻ്റെ. ഇന്നലെ ഞാൻ ഫോറക്സിൻ്റെ ഒരു സിമ്പിൾ ചാർട്ട് മെത്തേഡ് കാണിക്കുന്നുണ്ട്, പക്ഷെ അത് ആഫ്റ്റർ മാർക്കറ്റിന് ശേഷമാണ് ഞാൻ ഇതേപോലെ ലൈവിലൊക്കെ വരച്ചിട്ട് കാണിച്ചത്. അപ്പോൾ ആളുകൾ വിചാരിക്കും ഇത് ലൈവ് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണിക്കാനുള്ള ഗട്ട്സ് ഉണ്ടോ എന്ന് പലർക്കും തോന്നാം. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ലൈവ് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചത്. ഇന്നലത്തെ അതേ മെത്തേഡ് കഴിഞ്ഞ ദിവസം മുമ്പ് ചെയ്ത വീഡിയോ വെച്ചിട്ട് ഇന്ന് കറക്റ്റായിട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വീഡിയോയുടെ ഡീറ്റെയിൽസും ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം മുകളിൽ ഈ സമയത്ത് ഇപ്പോൾ മുകളിൽ അതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോ ബാക്ക് ടെസ്റ്റിംഗ് വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ ഞാൻ കൊടുക്കാം. അപ്പം ഞാൻ ആ വീഡിയോയിൽ ലൈവ് കാണിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ വീഡിയോ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ നേരെ ഐ ബട്ടണിൽ വന്നിട്ടുണ്ട്.
നിങ്ങളത് കാണുക. അതേപോലെ ചാർട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ചാർട്ട് പഠിക്കാം. അല്ലെങ്കിൽ ലൈവിൽ ഡിസ്കഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഒരു ഫുൾ ടൈം ആയിട്ട് ഫോറക്സ് ചെയ്യുന്ന ആളുകൾക്ക് ലൈവിൽ ഇതേപോലെ ഇരുന്ന് ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്ത് ഓൺലൈൻ ട്രേഡിംഗ് കഫേ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. നേരിട്ട് വിളിച്ച് സംസാരിച്ചാൽ മാത്രമേ റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഒന്ന് പരിചയപ്പെടണം, അതിന് ശേഷമാണ് ഗ്രൂപ്പിലേക്ക് ആഡാക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രേഡിംഗ് മെത്തേഡ് സ്ട്രാറ്റജിയാണ്. വളരെ സിമ്പിളാണ്. ഞാനിവിടെ ഒരു അനലൈസിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കോൺസെൻട്രേഷൻ ചെയ്തിട്ടില്ല. പ്രൈസ് ആക്ഷനും ക്യാൻഡിൽ സ്റ്റിക്കും അതേപോലെ ഈ ചാർട്ടിൻ്റെ ഡയറക്ഷൻ എന്നാൽ ഇത്ര അക്യുറസി ആയിട്ട് വരുന്നതിൻ്റെ കേസ് ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ആയതുകൊണ്ടാണ് കേട്ടോ. മാർക്കറ്റ് കയറുന്നുണ്ട്, ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ 1 മിനിറ്റിൽ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു എൻട്രി പോസിബിൾ ആണ്. അപ്പോൾ അത് കസ്റ്റമൈസ്ഡ് ആണ്, ഇതിൻ്റെ വാല്യൂ ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചാർട്ട് ചിലപ്പോൾ പ്ലെയിൻ ചാർട്ടായിരിക്കും. ഇതിൻ്റെ അകത്ത് ലെവലുകളും ഇതിൻ്റെ വാല്യൂസും ഇത് കസ്റ്റമൈസ്ഡ് ട്രെൻഡ് ഇൻറ്റൻസിറ്റി ചാർട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഫോറക്സും കൂടെ ലെവലുകളും കൂടെ ആഡ് ചെയ്ത് ക്ലബ് ചെയ്തിട്ടാണ് ഇതേപോലത്തെ ഒരു ഇൻഡിക്കേറ്റർ മേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കസ്റ്റമൈസ്ഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ എനിവേ എല്ലാവർക്കും ആശംസിക്കുന്നു. അതേപോലെ എല്ലാവർക്കും ട്രേഡർ ആവാനും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.